ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ വെള്ളിയാഴ്ച നിങ്ങൾ കൊളുത്തേണ്ടുന്ന പാഞ്ചരാത്ര ദീപത്തെക്കുറിച്ചും മഹാലക്ഷ്മി പൂജയെക്കുറിച്ചുമാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നുണ്ട്. 3-ാമത്തെ വെള്ളിയാണ് നാളെ വരുന്നത്. നാളെ ചെയ്യേണ്ടുന്ന മഹാലക്ഷ്മി പൂജ ഇത് എൻ്റെ 2-ാമത്തെ മാർഗശീർഷ ലക്ഷ്മി പൂജയുടെ ഫോട്ടോയും വീഡിയോയുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഭരണി ദീപം, കാർത്തിക ദീപം, പാഞ്ചരാത്ര ദീപം, ഈ 3 ദീപങ്ങളും 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ കൊളുത്തുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കാർത്തിക ദീപം ഇന്നലെ വീട്ടിൽ കൊളുത്തിയവരൊക്കെ പാഞ്ചരാത്ര ദീപം ഇന്ന് വീട്ടിൽ കൊളുത്താവുന്നതാണ്. കേരളത്തിൽ തൃക്കാർത്തിക ഇന്ന് ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന പാഞ്ചരാത്ര ദീപം കൊളുത്താവുന്നതാണ്. ഭഗവാൻ മഹാവിഷ്ണു ഈ ഒരു ദിവസം ജ്യോതി സ്വരൂപമായിട്ടാണ് വിളങ്ങുന്നത്. ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാഞ്ചരാത്ര ദീപം നാളെ സന്ധ്യയ്ക്ക് കൊളുത്തുന്നത്. പൗർണമിയും ഞായറാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു പാഞ്ചരാത്ര ദീപം കൊളുത്തിയാൽ, അതും വൃശ്ചിക മാസത്തിൽ, എത്ര വലിയ രോഗമുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. സാധാരണ പൗർണമി ദിവസം വൈകിട്ടാണ് ഈ ഒരു പാഞ്ചരാത്ര ദീപം നമ്മൾ കൊളുത്തുന്നത്. പക്ഷേ നിങ്ങൾ ഇന്ന് തൃക്കാർത്തിക ദീപം കൊളുത്തുന്നത് കൊണ്ട് തന്നെ നാളെ പാഞ്ചരാത്ര ദീപം കൊളുത്തിയാൽ മതിയാവും. ഭരണി ദീപം, കാർത്തിക ദീപം, പാഞ്ചരാത്ര ദീപം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. സന്ധ്യയ്ക്ക് നിങ്ങൾക്കിത് പൂജാമുറിയിലോ നിങ്ങളുടെ വീട്ടിലോ ഹോളിലോ കൊളുത്താം. പൂജാമുറിയിലാണ് നിങ്ങൾ ഈ ഒരു ദീപം കൊളുത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് തന്നെ ഒഴിച്ച് കൊളുത്തണം. അങ്ങനെയല്ല ഹോളിലാണ് കൊളുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് കൊളുത്താവുന്നതാണ്. പക്ഷേ പൂജാമുറിയിൽ നെയ്യ് ഉപയോഗിക്കണം, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നാളെ വൈകിട്ട് ഒരു 5:30-ക്ക് ശേഷം വീട്ടിലെ പൂജാമുറിയിലും ഫ്രണ്ട് ഡോറിലും ഒക്കെ വിളക്ക് കൊളുത്തിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള തിരുപ്പതി ഭഗവാനോ കൃഷ്ണ ഭഗവാന്റെയോ ഫോട്ടോയോ വിഗ്രഹമോ എന്താണെങ്കിലും അത് തുടച്ച് പൊട്ടൊക്കെ വെച്ച് ഭഗവാന് മാലകൾ ചാർത്താം. തുളസിമാല, മുല്ലപ്പൂമാല, അങ്ങനെ എന്ത് മാലയാണോ ചാർത്തുന്നത് അത് ചാർത്ത്, ഇല്ലെങ്കിൽ ഒരു തുളസിയിലെങ്കിലും ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ മുൻപിലായിട്ട് ശംഖുചക്ര നാമം വരയ്ക്കാൻ അറിയാവുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ശംഖുചക്ര നാമം ഭഗവാന്റെ മുൻപിൽ ഒരു ചെറിയ പീഠത്തിൽ വരച്ചു വെക്കുക. ഇനി അതറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ശംഖുചക്ര നാമ വിളക്കുണ്ടെങ്കിൽ ആ ഒരു വിളക്കെടുത്താലും മതിയാവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 5 ദീപങ്ങൾ, നമ്മൾ ഭരണി ദീപം കൊളുത്തിയില്ലേ അതേപോലെ ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റിൽ 5 ദീപങ്ങൾ വെക്കുക. ഇവിടെ നമ്മൾ കോലമൊന്നും വരയ്ക്കേണ്ട, അതിന് പകരമാണ് ശംഖുചക്രനാമ കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഈ ശംഖുചക്രനാമ കോലം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട് വിട്ടേക്കുക. എന്നിട്ട് 5 ദീപങ്ങൾ നെയ്യൊഴിച്ച് നമ്മൾ തിരിയിട്ട് ആ ഒരു ദീപം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊളുത്തുമ്പോൾ നമോ നാരായണായ നമ, അല്ലെങ്കിൽ ഗോവിന്ദ, അല്ലെങ്കിൽ ഓം വിഷ്ണവേ നമ, ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ട് വേണം ഈ ഒരു ദീപം കൊളുത്താൻ. ദീപം കൊളുത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ വെക്കേണ്ടത് നിവേദ്യം, അവൽ ഒരു തുളസിയിലയും കൂടിയിട്ട് ഭഗവാന് അവൽ നിവേദ്യവും കൂടിയിട്ട് സമർപ്പിക്കണം. ശേഷം ധൂപദീപ കർപ്പൂര ആരതിയൊക്കെ എടുത്ത് പാഞ്ചരാത്ര ദീപം സ്വീകരിച്ചു എൻ്റെ കുടുംബത്തിന് സർവൈശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പാഞ്ചരാത്ര ദീപത്തോടു കൂടിയിട്ടാണ് ഭരണി, കാർത്തിക ഈ ഒരു 3 ദിവസത്തെ പാഞ്ചരാത്ര ദീപവും കൂടെ കൊളുത്തി നമ്മുടെ ഈ 3 ദിവസത്തെ ദീപ ഉത്സവം അവസാനിപ്പിക്കുന്നത്. ഭഗവാൻ മഹാദേവനെ, ദേവിയെ, മഹാവിഷ്ണുവിനെ, മുരുകനെയൊക്കെ ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ഒരു ദീപം നാളെ എല്ലാവരും കൊളുത്തണം. സാധിക്കുന്നവർ പച്ചയും ഓറഞ്ചും കോമ്പിനേഷനിൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിട്ടുകൊണ്ട് ഈ ഒരു പാഞ്ചരാത്ര ദീപം കൊളുത്തുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി അടുത്ത കാര്യം നമ്മൾ നാളെ ചെയ്യുന്ന ലക്ഷ്മി പൂജയാണ്. അത് ആസ് യൂഷ്വൽ പറയുന്നത് പോലെ 8 to 9 വൈകുന്നേരം വരുന്ന ശുക്രഹോര സമയത്താണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ യെല്ലോ കളറിലെ, മഞ്ഞ കളറിലെ ഡ്രസ്സ് തന്നെ ധരിച്ചുകൊണ്ട് വേണം പൂജ ചെയ്യാൻ. വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ
നമ്മൾ ദീപം കൊളുത്തി വെക്കണം, പടിപൂജ ചെയ്യണം, നല്ല മണമുള്ള സാമ്പ്രാണി കത്തിച്ച് വെക്കണം, വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ടുള്ള അക്ഷയപാത്രത്തിലെ വെള്ളം മാറ്റണം, നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നാളത്തെ ദിവസം നമ്മൾ പൂജ ചെയ്യുന്നത് വഴി ബന്ധങ്ങൾ വളരാനാണ് അത് സഹായിക്കുന്നത്. ഇപ്പം ഭാര്യാഭർത്താവ് ബന്ധമാണെങ്കിലും അച്ഛനും അമ്മയും സഹോദരങ്ങളും അമ്മായി അമ്മയും അമ്മായി അച്ഛനും ആരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കുടുംബ ഐക്യമുണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ലക്ഷ്മി പൂജ, അതാണ് നാളെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോലം കമലാത്മിക എന്നറിയപ്പെടുന്ന ഈ ഒരു കോലമാണ് വരയ്ക്കുന്നത്. ഈ കോലത്തിലെ 8 അഷ്ടദള പത്മം കണ്ടില്ലേ, ഹൃദയത്തിൻ്റെ ആകൃതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ഇതളുകളുള്ള ഈ ഒരു കോലം സ്നേഹം, സന്തോഷം, സമാധാനമില്ലാത്ത കുടുംബം, അങ്ങനെയുള്ള എന്താണോ അതൊക്കെ മാറ്റി ആ സ്നേഹത്തെ വളർത്തുക എന്നതാണ് ഈ കോലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വരച്ചിട്ടുള്ളതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് നിങ്ങളെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ തന്നെ വരച്ച് നിങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു വൃത്തം വരച്ചിട്ട് അതിനുള്ളിൽ വേണം നമ്മുടെ ശരവണഭവ കോലം വരയ്ക്കാൻ. എന്നിട്ട് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ 8 ഇതളുകൾ, അപ്പുറത്തുള്ള ആ ഒരു ഏറ്റവും ബുദ്ധിമുട്ട് അപ്പുറത്തുള്ള ശ്രീചക്രത്തിനൊക്കെ നമ്മൾ വരയ്ക്കുന്നത് പോലെയുള്ള ആ ഒരു ഭാഗമാണ്. അത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതിയാവും. അതിന് കുറച്ച് സമയം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ. അതേസമയം ഇത് എളുപ്പമാണ്. അപ്പം നമ്മളിത് മാക്കോലമായിട്ട് തന്നെ വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഈ ഒരു കോലം വരച്ചതിന് ശേഷം നമ്മുടെ ശരവണഭവ കോലത്തിൽ നമ്മൾ എങ്ങനെയാണോ ദീപം കൊളുത്തുന്നത് അതേപോലെ ആ ത്രികോണം, ആ മുനയുള്ള ഭാഗത്ത്, ആ ഭാഗങ്ങളിൽ നമ്മൾ 6 നെയ് ദീപം കൊളുത്തണം. അത് എപ്പോഴും പറയുന്നത് പോലെ താമരത്തണ്ട് തിരിയും സാധാരണ നോർമൽ തിരിയും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് കിഴക്കോട്ട് ആ ദീപത്തിൻ്റെ നാളം വരുന്നത് പോലെ വേണം നമ്മൾ കോലത്തിൽ മൺവിളക്ക് വെച്ച് കത്തിക്കാൻ വേണ്ടി. ഇവിടെ നിലവിളക്കൊന്നും വേണ്ട, 6 മൺവിളക്ക് മാത്രം മതിയാവും. അങ്ങനെ നമ്മളിത് വരച്ച് ദീപം കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ഈ 6 ദീപത്തിനും കുറേശ്ശെ ഇടണം. കുങ്കുമപ്പൂ ഒരല്പം വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് നിവേദ്യം എന്ന് പറയുന്നത് ശർക്കര പായസം, അതേപോലെ തന്നെ പഞ്ചാമൃതം. ശർക്കര പായസം ഉണ്ടാക്കി വെക്കാം, പഞ്ചാമൃതവും നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതേപോലെ തന്നെ മാവിളക്ക് കൊളുത്തി വെക്കാൻ പറ്റുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. താല്പര്യമുള്ളവർക്ക് 1 മാവിളക്കോ 2 മാവിളക്കോ ഉണ്ടാക്കി ആ 2 ഭാഗത്തും ഈ യന്ത്രം വരച്ചിട്ട് അതിൻ്റെ 2 ഭാഗത്തുമായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി കൊണ്ടും കാവിപ്പൊടി കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് ഇത് അലങ്കരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അലങ്കരിക്കുകയും ചെയ്യാം. യാതൊരു നിർബന്ധവുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 6 ദീപങ്ങൾ കൊളുത്തി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അരളിപ്പൂവും മുല്ലപ്പൂവും ഇത് രണ്ടും കിട്ടുമെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സാക്കിയിട്ട് ഓം നമ കമലവാസിന്യേ സ്വാഹ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലി ആ സെൻറ്റർ ഉണ്ടല്ലോ ശരവണഭവ കോലത്തിൻ്റെ നടുക്ക് ആ ഒരു കുത്ത് കാണുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ അർച്ചന ചെയ്യണം. ഇനി അരളിപ്പൂവും മുല്ലപ്പൂവും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത കളറിലെയും ചുമന്ന കളറിലെയും എന്ത് പുഷ്പങ്ങളും എടുക്കാം. ഇവിടെ അരളി രാഹുവിനെയും മുല്ല ശുക്രനെയും കുറിക്കും. ഈ ശുക്രനും രാഹുവും തമ്മിലുള്ള കോമ്പിനേഷൻ കുടുംബ ഐക്യമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അരളിയും മുല്ലയും തന്നെ എടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും വെള്ള ചുമല കളറിലെ പൂക്കൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം അന്നത്തെ ദിവസം, അതായത് നാളെ വെള്ളിയാഴ്ച വീട്ടിലോട്ട് ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ വീട്ടിലെ ആരെങ്കിലും വിളിച്ചാൽ വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന നിവേദ്യത്തിൽ നിന്നും ഒരു പങ്ക് കൊടുക്കണം. അതുപോലെ 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും സ്വീറ്റ്സോ പേനയോ പെൻസിലോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതും ഈ ഒരു പൂജയുടെ ഫുൾ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ തീർച്ചയായും ഈ നിവേദ്യം ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ പങ്കാളികൾക്കാണ്, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നതും വളരെ വളരെ നല്ല കാര്യം തന്നെയാണ്. നാളെ ഈ ഒരു കോലം വരച്ച് നാളത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ശനിയാഴ്ച ഇത് മാറ്റിയാൽ മതിയാവും. ഇനി ഹോളിലൊക്കെയാണ് സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ഒരു 9:30 ശേഷം നിങ്ങൾക്കിത് ക്ലീൻ ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ധൂപദീപ ആരതിയൊക്കെ കാണിക്കണം. എന്നിട്ട് നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് ചെയ്ത പൂജയിൽ തെറ്റുകൾ പുറത്ത് മാപ്പ് തരണമെന്ന് മഹാലക്ഷ്മി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ
ഈ ഒരു പൂജ ഈ ആഴ്ച ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 to 9 വരുന്ന ശുക്രഹോര സമയത്ത് കയ്യിൽ മൈലാഞ്ചി ഇടണം. അതേപോലെ തന്നെ കിളുന്ത് കൂവളത്തിലെയോ തുളസിയിലെയോ വെള്ളത്തിലിട്ട് ആ ഒരു സമയത്ത് തന്നെ കുടിക്കുന്നതും വളരെയധികം ഈ ഒരു പൂജ ചെയ്തതേ ഫലം നമുക്ക് ലഭിക്കും. പീരിയഡ്സ് ആണ് ഈ ഒരു സമയത്ത് തുളസിയില കഴിക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പവുമില്ല. തുളസി ഇല നമ്മൾ പറിച്ചെടുക്കരുതെന്നുള്ളതേ ഉള്ളൂ. കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു വിധത്തിലുമുള്ള ദോഷവുമില്ല. അപ്പം ഇതാണ് വൃശ്ചിക മാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇന്ന് ഈ ഒരു കോലം തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഇന്ന് നാളെ പകൽ രോഹിണി നക്ഷത്രമുണ്ട്. രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് അതിൻ്റെ കോലം ചക്രമായതുകൊണ്ട് തന്നെ ഈ ഒരു ചക്രപൂജ, അതായത് ശ്രീയന്ത്രത്തിൻ്റെ ആ ഒരു മോഡൽ 8 ഇതൾ താമരയോടുകൂടി വരച്ച് വെള്ളിയാഴ്ച നമ്മൾ പൂജ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും, പാഞ്ചരാത്ര ദീപവും ഈ ഒരു വൃശ്ചിക മാസത്തിലെ വെള്ളിയാഴ്ച പൂജയും ചെയ്യണം. നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് ഈ 2 ആഴ്ച തന്നെ പൂജ ചെയ്തപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. സോ വിശ്വാസപൂർവ്വം, എനിക്കറിയാം ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്, പക്ഷേ എന്നാൽ പോലും കുറച്ച് ത്യാഗം സഹിച്ച് നിങ്ങളിത് വരച്ച് പൂജ ചെയ്താൽ അതിൻ്റെ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.